പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഇന്ന് ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ മെസ്സേജിൻ്റെ ഹെഡിങ് അത് കാണുമ്പോൾ തന്നെ അറിയാം. ഗുഡ് ഫ്രൈഡേ എന്ന് ഇംഗ്ലീഷിലും ദുഃഖ വെള്ളിയാഴ്ച എന്ന് മലയാളത്തിലും പറയുന്ന ഒരു സുദിനമാണ് ഇന്നത്തെ ഈ വെള്ളിയാഴ്ച. വർഷത്തിലൊരു പ്രാവശ്യം മാത്രം നമ്മുടെ കലണ്ടറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ദുഃഖവെള്ളി, ഇംഗ്ലീഷുകാരതിനെ ഗുഡ് ഫ്രൈഡേ എന്ന് പറയുന്ന ഒരു ദിവസം. ഈ ദിവസത്തിലും ദൈവം നമുക്ക് ആരോഗ്യവും ആയുസ്സും ബലവും തന്ന് കർത്താവിൻ്റെ പാദപീഠത്തിൽ നിർത്തുവാൻ ദൈവമായ കർത്താവ് കൃപ തന്നതോർത്ത് കർത്താവിന് എല്ലാ മാനവും മഹത്വവും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഗുഡ് ഫ്രൈഡേ കുറിച്ച് നമുക്ക് ചിന്തിക്കുവാൻ ആധാരമായി ഒരു വേദവചനം വായിക്കുന്നു. ബൈബിളിൻ്റെ താക്കോൽ വാക്യം തന്നെയായ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 15-ാമത്തെ വാക്യം. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഈ വാക്യം നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. മിക്കവാറും കുഞ്ഞുങ്ങളൊക്കെ ചെറുപ്പത്തിൽ തൊട്ട് പഠിക്കുന്ന ഒരു ക്രിസ്ത്യാനികളായിരിക്കുന്ന എല്ലാവർക്കും ഈ വചനം കാണാതറിയുന്ന വാക്യമാണ് ഈ 3-ാം അധ്യായം 15-ാമത്തെ വാക്യം. തൻ്റെ ഏകജാതനാകുന്ന പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഈ വാക്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇന്നത്തെ ഗുഡ് ഫ്രൈഡേ അല്ലെങ്കിൽ മലയാളത്തിൽ പറയുന്ന ദുഃഖ വെള്ളിയാഴ്ച, അതിനെക്കുറിച്ച് ഒരു വാക്ക് പറഞ്ഞിട്ട് ഈ വചനവുമായിട്ട് അതിനെന്താ ബന്ധമെന്ന് നമുക്ക് ചിന്തിക്കാം. ഗുഡ് ഫ്രൈഡേ എന്ന് പറഞ്ഞാൽ നല്ല വെള്ളിയാഴ്ച, നല്ലൊരു ദിവസം. ഈ ദിവസത്തിന് നല്ല വെള്ളി അല്ലെങ്കിൽ ഗുഡ് ഫ്രൈഡേ എന്ന് പറയാൻ കാരണമായത് തൻ്റെ വിശ്വസിക്കുന്ന ഏവർക്ക് നിത്യജീവനെ നൽകുവാൻ തക്കവണ്ണം കർത്താവ് ക്രൂശിൽ മരിച്ച ദിവസമാണ് ഇന്ന് എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് ഗുഡ് ഫ്രൈഡേ എന്ന് ഇംഗ്ലീഷുകാർ പറയുന്നത്. ദുഃഖ വെള്ളിയാഴ്ച എന്ന് നമ്മൾ മലയാളത്തിൽ അതിന് പറയാൻ കാരണം കർത്താവിനെ ക്രൂശിച്ച ആ ദിവസം ദുഃഖം ആചരിക്കുന്നു എന്നുള്ള ഒരു തരത്തിലുള്ള അർത്ഥത്തിലായതുകൊണ്ടാണ് ദുഃഖ വെള്ളിയാഴ്ച എന്ന് പറയുന്നത്. എന്തുമാകട്ടെ, പക്ഷെ ഇതിനകത്ത് ഈ ഗുഡ് ഫ്രൈഡേ വർഷത്തിലൊരു പ്രാവശ്യം മാത്രം, ഒരു വെള്ളിയാഴ്ച ഗുഡ് ഫ്രൈഡേ, 3 ദിവസം യേശു കർത്താവ് നോഹ മത്സ്യത്തിന്റെ വയറ്റിൽ ഇരുന്നതുപോലെ 3 ദിവസം കഴിഞ്ഞിട്ട് അടുത്ത സൺഡേ ഞായറാഴ്ച പ്രഭാതത്തിൽ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ആ ദിവസത്തെ ഈസ്റ്റർ എന്നും പറയുന്നു. ഇന്നത്തെ ദിവസം ഇതെന്തുകൊണ്ടാണ് ദുഃഖ വെള്ളിയാഴ്ച അല്ലെങ്കിൽ ഗുഡ് ഫ്രൈഡേ എന്ന് കോൺട്രഡിക്ടറി ആണെങ്കിലും അങ്ങനെ പറയുന്നതിന് ഒരു കാരണമുണ്ട്. വർഷത്തിലെ ഒരു വെള്ളിയാഴ്ച മാത്രം ഞാൻ പറഞ്ഞതുപോലെ ദുഃഖ വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ ഇത് വർഷത്തിലൊരു പ്രാവശ്യം മാത്രം ചിന്തിക്കാനുള്ളതോ അല്ലെങ്കിൽ ആചരിക്കാനുള്ളതോ അല്ല ഈ ദുഃഖ വെള്ളിയാഴ്ച. യേശു കർത്താവ് ഒരിക്കലായി ക്രൂശിൽ മരിച്ചു. എബ്രായ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു, കൂടെ യാഗം കഴിക്കാൻ ആവശ്യമില്ലാത്ത അതേ കാളക്കുറ്റന്മാരുടെയോ ആട്ടുകൊറ്റന്മാരുടെയോ ചോര കൊണ്ടല്ല, ഒരിക്കലായി, ആ വാക്ക് ഒരിക്കലായി, സ്വന്തം രക്തം കൊണ്ട് തിരശീലയ്ക്ക് അപ്പുറത്തേക്ക് കടന്നുപോയി ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലുള്ള ആ വേർപാട് ഇടിച്ചു കളഞ്ഞിട്ട് നമ്മളെ നിരപ്പാക്കി, ദൈവത്തോട് സ്നേഹമാക്കി, ദൈവത്തിന്റെ മക്കളാക്കി, ദൈവത്തോടുള്ള ആ നിരപ്പ്, അനുരഞ്ജനം സ്ഥാപിച്ചെടുത്തു യേശു കർത്താവ് മുഖാന്തരം. അതുകൊണ്ടാണ് ആ യാഗത്തിന്, ആ സാക്രിഫൈസിന് ഒരുപാട് വിലയുള്ളത്. പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവത്തോട് അടുത്തു വരുവാൻ വേണ്ടി വരുന്ന എല്ലാവരും ആലയത്തിൽ വരുമ്പം ഒരു കാളക്കുറ്റനെയോ അല്ലെങ്കിൽ ഒരു ആടിനെയോ ഒരു കുറുമ്പ്രാവിനെയോ കൊണ്ടുവരണം. ഇതാണ് വ്യവസ്ഥ. അതും കൊണ്ട് വന്ന് യാഗം, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല എന്ന വ്യവസ്ഥ പ്രകാരം യാഗം കഴിച്ചിട്ടാണ് ദൈവസന്നിധിയിൽ യാഗം കഴിക്കണമായിരുന്നു. ഇതായിരുന്നു ദൈവിക വ്യവസ്ഥയും ദൈവിക പ്രമാണവും. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പം ഈ യാഗം കൊണ്ട് ഓരോ പ്രാവശ്യവും കൂടെ മനസാക്ഷി ശുദ്ധമാകുന്നില്ല എന്ന് എബ്രായ ലേഖന കർത്താവ് പറയുന്ന പോലെ ഓരോ പ്രാവശ്യവും അടുത്ത പ്രാവശ്യം വീണ്ടും ആടിനെയോ കാളയോ കൊണ്ടുവരണം. ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായത് കൊണ്ട് ഉണ്ടായി കഴിഞ്ഞ് സ്വർഗത്തിൽ ദൈവം തമ്പുരാൻ വിചാരിച്ചു ആ കൗൺസിൽ, എന്റെ ഭാഷയിലാണ് കൗൺസിൽ ഒന്നുകൂടി കൂടി, ഇതിനൊരു ശാശ്വത പരിഹാരം, അത് വാഗ്ദത്ത നിവർത്തി പോലെ സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും. ഒന്നുകൂടെ പറഞ്ഞാൽ കാലസമ്പൂർണതയിൽ അതേ സ്ത്രീയുടെ സന്തതിയായി യേശു കർത്താവ് അവതരിച്ച്, ഫിലിപ്പിയ ലേഖനം പറയുന്നതനുസരിച്ച് അത് ദൈവത്തോടുള്ള സദൃശ്യത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ദാസ്യ രൂപമെടുത്ത് ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി ലോകത്തേക്ക് ഇറങ്ങി വന്ന് എല്ലാ നാമത്തിനും മേലായ നാമത്തിലേക്കാക്കി ക്രൂശിലെ മരണം വരിച്ച യേശു കർത്താവ്, അത്
ആ മരണം ഒരിക്കലായിട്ട് ദേവാലയത്തിന്റെ തിരശ്ശീല ചിന്തിക്കളഞ്ഞത് ഒരിക്കലായിട്ട്, എല്ലാ വർഷമല്ല ഒരിക്കലായിട്ട്. ഈ ഈ യേശു കർത്താവിന്റെ മരണം വർഷത്തിൽ ഒരു പ്രാവശ്യമല്ല, എന്നേക്കുമായിട്ട് ഒരിക്കലായിട്ട്. അതുകൊണ്ട് ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരോടും ഒരു സന്ദേശം പറയാനുണ്ട്. അത് തിരുവചന അടിസ്ഥാനത്തിൽ പറയാനുണ്ട്. ഒരു ദുഃഖവെള്ളിയാഴ്ച വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമല്ല. ഒന്നുകൂടെ പറഞ്ഞാൽ, ഈ ഗുഡ് ഫ്രൈഡേ എന്ന് പറയുന്ന ഒരു ദിവസം ഒരു ദിവസം മാത്രമല്ല. എല്ലാ വെള്ളിയാഴ്ചകളും ഗുഡ് ഫ്രൈഡേ ആണ്, എല്ലാ സാറ്റർഡേയും ഗുഡ് സാറ്റർഡേയാ, എല്ലാ മൺഡേയും എല്ലാ സൺഡേയും ഗുഡ് സൺഡേ ആണ്, എല്ലാ മൺഡേയും ഗുഡ് മൺഡേ ആണ്, എല്ലാ ദിവസവും നമുക്ക് ഗുഡ് ആണ്. അത് അങ്ങനെയാകണമെങ്കിൽ ഓരോ ദിവസവും നാം എഴുന്നേറ്റ് വരുമ്പോൾ കർത്താവെ ഈ വചനം പറഞ്ഞുകൊണ്ട്, ഇവിടെയാണ് ഈ വചനത്തിന്റെ പ്രസക്തി. തന്റെ ഏകജാതനാകുന്ന പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ച ആ സ്നേഹത്തിന്റെ ഓർമ്മ വർഷത്തിൽ ഒരു പ്രാവശ്യമല്ല, എല്ലാ ദിവസവും എഴുന്നേറ്റ് വരുമ്പോൾ ആ നന്ദിയോടെ, ആ സ്നേഹത്തോടെ കർത്താവ് എനിക്ക് വേണ്ടി ചൊരിഞ്ഞു തന്ന ആ യാഗം, ആ സാക്രിഫൈസ്, പിതാവ് തന്റെ ഏകജാതനാകുന്ന പുത്രനെ അതേ ലോകത്തിലേക്ക് അയച്ച് നാം നശിച്ചു പോകാതെ വണ്ണം നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് നമുക്ക് നൽകി തന്ന സ്നേഹം, അതെല്ലാ ദിവസവും നമ്മൾ ഓർത്തോട്ടാ വരുന്നത്. അതുകൊണ്ടാ വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം നമ്മൾ ദുഃഖവെള്ളിയാഴ്ച എന്ന് പറയാതെ ഇതെല്ലാ ദിവസവും നമുക്ക് കർത്താവ് തന്നിരിക്കുന്ന ഗുഡ് ഡേ ആണ്. ഓരോ ദിവസവും നമുക്ക് ഗുഡാണ്, എല്ലാ ദിവസവും നമുക്ക് ഗുഡാ. ആ ദൈവത്തിന്റെ ഗുഡ്നസ്, പിതാവായ ദൈവത്തിന്റെ ഗുഡ്നസ്, പുത്രനായ ക്രിസ്തുവിന്റെ ആ സാക്രിഫൈസ്, നമുക്ക് വേണ്ടി തന്ന ത്യാഗത്തിന്റെ വില, പരിശുദ്ധാത്മാവ് നമ്മളെ ലീഡ് ചെയ്ത് നിത്യതയിൽ വരെ എത്തിക്കുന്നത്, അത് ഓർത്തുകൊണ്ട് വേണം ഓരോ ദിവസവും നമ്മൾ എഴുന്നേക്കാൻ. ഇനി രാവിലെ എഴുന്നേറ്റിട്ട് കളയുകയല്ല. നമ്മുടെ യാത്രയിൽ, നമ്മുടെ ഓഫീസിലേക്ക് പോകുമ്പോൾ, ജോലിക്ക് പോകുമ്പോൾ, സ്കൂളിൽ പോകുമ്പോൾ, ഏത് വഴിക്ക് പോയാലും ആ യാഗത്തെ കുറിച്ച് ഓർത്തോണ്ട് വേണം നമ്മൾ യാത്ര ചെയ്യാൻ. അതുകൊണ്ടാണ് ഒരു ദിവസത്തേക്ക് വേണ്ടിയല്ല, അല്ലെങ്കിൽ ഒരു വർഷത്തിലൊരു ദിവസമല്ല, ഒരു മാസത്തിലൊരു ദിവസമല്ല, ആഴ്ചയിൽ എല്ലാ ദിവസവും, ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യം മാത്രമല്ല, ദിവസം മുഴുവനും ആ യാഗത്തിന്റെ ഓർമ്മയിൽ കർത്താവിനോട് നന്ദി പറഞ്ഞുകൊണ്ടായിരിക്കണം. വൈകിട്ട് കിടക്കാൻ പോകുമ്പോഴോ അതേ നന്ദിയോടെ പറയണം, കർത്താവേ, എനിക്ക് അങ്ങ് യാഗമായി പിതാവായ ദൈവം സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി തന്ന്, നമുക്ക് വേണ്ടി സാക്രിഫൈസ്, നമുക്ക് വേണ്ടി യാഗമായി തന്ന്, നമുക്ക് വേണ്ടി യാഗമർപ്പിക്കാൻ മനസ്സ് കാണിച്ച സ്ത്രീയുടെ സന്തതി, അതേ കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം വരെ ഒഴുക്കി തന്ന ആ ത്യാഗത്തിന് നന്ദി പറയണം. ദൈവത്തോട് നമ്മളെ നിരപ്പിച്ച് ദൈവത്തിന്റെ മക്കളാക്കി തീർത്ത ആ സ്നേഹത്തോട് നന്ദി പറഞ്ഞു വേണം ആ ദിവസം അവസാനിപ്പിക്കാൻ. ഒന്നുകൂടെ പറയാം, ഒരു ദിവസം ആരംഭിക്കുമ്പോൾ യേശു കർത്താവ് നമുക്ക് വേണ്ടി ചൊരിഞ്ഞ ആ ത്യാഗത്തിന്റെ, ആ സാക്രിഫൈസിന്റെ വില മനസ്സിലാക്കി കർത്താവിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ആ ഗുഡ് ഡേ, അത് മൺഡേയോ ഫ്രൈഡേയോ സാറ്റർഡേയോ സൺഡേയോ, അത് ഗുഡ് ആണ്. ഏത് ദിവസമായാലും അത് ഗുഡ് തേഴ്സ്ഡേ, ഗുഡ് വെനസ്ഡേ, ഗുഡ് ട്യൂസ്ഡേ, ഗുഡ് ഫ്രൈഡേ, അങ്ങനെ എല്ലാ ദിവസവും ഗുഡായി മാറട്ടെ. ആ നന്ദിയോടെ എഴുന്നേറ്റ് നമ്മുടെ കാര്യാദികളിൽ ഇടപെട്ടു പോയി അതേ മടങ്ങി വന്ന് എല്ലാ കാര്യങ്ങളും അവസാനിച്ച് രാത്രിയിൽ ബെഡിലേക്ക് പോകുന്നതിന് മുമ്പ് വീണ്ടും കർത്താവിനോട് നന്ദി പറയണം. ദൈവമേ, ആ ത്യാഗത്തെ ഓർക്കുന്നു, യേശു കർത്താവിന്റെ ത്യാഗത്തെ, പിതാവ് സ്വന്തം തന്റെ ഏകജാതനായ പുത്രനെ തരാൻ കാണിച്ച ആ സന്മനസ്, നമ്മളെ സ്വർഗരാജ്യത്തോട് അടുപ്പിക്കാൻ ദൈവം തമ്പുരാൻ ചെയ്ത ആ ജീവ പരിത്യാഗം, അത് ഓർമ്മ വേണം. എന്നിട്ട് പരിശുദ്ധാത്മാവിനോട് നന്ദി പറയണം. നമുക്ക് ആ പരിശുദ്ധാത്മാവ് അതേ നിത്യത വരെ എത്തിക്കാൻ വഴികാട്ടിയായി. ഞാൻ പോയാൽ നിങ്ങൾക്ക് പ്രയോജനം, അതേ നീതിയെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചും സത്യത്തെക്കുറിച്ചും ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവ് നമ്മളുടെ കൂടെ ഗൈഡായി വഴികാട്ടിയായി നമ്മളോട് കൂടെ ഉള്ളത് ഓർത്ത് നന്ദി പറയണം. ഹല്ലേലൂയ. അതാ പ്രിയരെ, ഈ യേശു കർത്താവിന്റെ ആ ത്യാഗത്തിന്റെ വിലയതാ. ഈ ത്യാഗം ഒരു പ്രാവശ്യമല്ല, ഈ ത്യാഗം നമുക്ക് വേണ്ടി ദൈവം ഊറ്റിത്തന്ന ആ ചോരയുടെ വില, അതൊരു ഗുഡായിട്ട് മാറട്ടെ. അത് ഒരു ദിവസം മാത്രമല്ല, ഒരു വർഷമല്ല, വർഷത്തിലെ ഒരു ദിവസമല്ല, വർഷം മുഴുവനും. ജനുവരി 1 തുടങ്ങുമ്പോൾ തൊട്ട് അതേ ഡിസംബർ 31 വരെ, അങ്ങനെ മാത്രമല്ല 24/7 ഓരോ നിമിഷവും കർത്താവിനോട് നന്ദി പറഞ്ഞുകൊണ്ടായിരിക്കട്ടെ. ഓരോ ടൈമിലും കർത്താവിനോട് നന്ദി പറഞ്ഞുകൊണ്ടായിരിക്കട്ടെ.
നമ്മുടെ തുടക്കങ്ങളെല്ലാം ആ ത്യാഗത്തിന്റെ വില മനസ്സിലാക്കിക്കൊണ്ടായിരിക്കട്ടെ. എല്ലാ ദിവസവും എല്ലാ നിമിഷവും നമുക്ക് ഓരോ ദിവസവും ഗുഡാകട്ടെ, ഓരോ മണിക്കൂറും ഗുഡാകട്ടെ, ഓരോ മിനിറ്റും ഗുഡാകട്ടെ, ഓരോ നിമിഷവും ഗുഡാകട്ടെ. നമ്മുടെ ജീവിതം തന്നെ ആ ഗുഡിനകത്ത്, കർത്താവ് നമുക്ക് വേണ്ടി തന്ന ഗുഡ്നെസ്സിനകത്ത്, ആ സ്നേഹത്തിനകത്ത്, ആ ആ കർത്താവ് ചൊരിഞ്ഞു തന്ന കൃപയ്ക്കകത്ത് ഗുഡായി മാറട്ടെ. നമ്മുടെ കുടുംബം, നമ്മുടെ വ്യക്തിപരമായി ഗുഡാകട്ടെ, നമ്മുടെ കുടുംബം ഗുഡാകട്ടെ, നമ്മുടെ സഭകൾ ഗുഡാകട്ടെ, നമ്മുടെ സമൂഹം ഗുഡാകട്ടെ. ആ നിത്യത എത്തുന്നവരെ ആ ഗുഡായി തന്നെ നമുക്ക് തുടരാൻ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. വചനങ്ങളെ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ കർത്താവ്, ഈ വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കുന്നു, അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവെ, ഞങ്ങൾക്ക് വേണ്ടി ചൊരിഞ്ഞു തന്ന ആ വലിയ ത്യാഗം കാൽവരി ക്രൂശിൽ, ആകാശത്തിനും ഭൂമിക്കും മധ്യേ, രണ്ട് കളന്മാരുടെ മധ്യേ, കാലഘട്ടത്തെ AD എന്ന് BC എന്ന് വിഭജിച്ച് കാലഘട്ടത്തിന് മധ്യേ കാലസമ്പൂർണ്ണതയിൽ ഞങ്ങൾക്ക് വേണ്ടി അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തം, അത് ഇന്ന് മാത്രമല്ല, ഒരു ഫ്രൈഡേ മാത്രമല്ല, എല്ലാ ദിവസവും അതിനെക്കുറിച്ച് ഓർക്കുവാൻ, അതിനെക്കുറിച്ച് ഓർത്ത് ധ്യാനിക്കുവാൻ, കർത്താവിനോട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആയിരിക്കുവാൻ, ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്ന വലിയ രക്ഷ കർത്താവെ അത് ഗണ്യമാക്കാതെ പോകാതെ അത് ഗണ്യമാക്കി ഞങ്ങൾക്ക് വേണ്ടി കർത്താവെ ഒരുക്കി തന്ന രക്ഷ അത് നന്ദിയോടെ ഓർക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കുന്നതിനായി നന്ദി തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടിയാൽ സ്തോത്രം. സകലവരെയും അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം കൂടി ഇരിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ കർത്താവിന്റെ വിശാലമേറിയ ചിറകടിയിൽ നമ്മളെ പരിപാലിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച്.